നിങ്ങളൊരു വീട് വയ്ക്കാൻ വേണ്ടി ഭൂമി അന്വേഷിച്ച് നടക്കുന്നവരാണ് എങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു വീട് വയ്ക്കാൻ വേണ്ടി വസ്തുവിൻ്റെ ഷേപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മേടിക്കാൻ പോകുന്ന വസ്തു റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതോ സ്ക്വയർ ടൈപ്പിലുള്ളതോ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇറഗുലർ ഷേപ്പിലായിട്ടുള്ള പ്ലോട്ട് മേടിക്കാതിരിക്കുക. ട്രെയിനിന്റെ ബോഗി പോലുള്ള വസ്തു നിങ്ങൾ സ്വന്തമാക്കാൻ പോകരുത്. രണ്ടാമത്തെ കാര്യമായി റോഡുകളുടെ സ്ഥാനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തെക്കിൽ നിന്നോ പടിഞ്ഞാറിൽ നിന്നോ ഒരു റോഡ് വന്ന് ഈ നിങ്ങൾ മേടിക്കാൻ പോകുന്ന പ്ലോട്ടിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യാതെ നോക്കണം. അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന പ്ലോട്ടുകൾ ഒഴിവാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മേടിക്കാൻ പോകുന്ന വസ്തുവിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും. എന്തിനാണ് ഹിസ്റ്ററി പരിശോധിക്കുന്നത്? അധമ ഭൂമിയാണോ എന്ന് മനസ്സിലാക്കാൻ തന്നെയാണ്. അമ്പലത്തിനോ പള്ളിക്കോ വേണ്ടി തീരെഴുതിയ ഭൂമികളോ, ഒരു പ്ലോട്ടിൽ ഇരുന്ന് നശിച്ചു പോയവർ വിൽക്കുന്ന പ്ലോട്ടുകളോ, ശ്മശാന ഭൂമിയുള്ളതോ ഒന്നും നിങ്ങൾ പോയി സെലക്ട് ചെയ്യാതെ ഇരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഭവനം വയ്ക്കാനുള്ള ഭൂമി നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം. വിഷ്ണു ആചാര്യ. നന്ദി, നമസ്കാരം.